ഹായ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. ഇത് എൻ്റെ റിലീവ് പീരീഡിലെ സെക്കൻഡ് ജോബ് കേട്ടോ. ഇവിടെ വന്നിട്ട് ഒരു 2 വീക്സ് ആയി. ഈ സ്ഥലത്തിൻ്റെ പേര് മലയദൂമി എന്നാട്ടോ. കറക്റ്റ് അങ്ങനെ തന്നെയാണോ പറയുന്നത് എനിക്കറിയില്ല. നല്ല സ്ഥലമാട്ടോ, ഒരു വില്ലേജ് ആണ്. നെറ്റ്വർക്ക് ഇഷ്യൂ ഒക്കെ ഉണ്ട് പുറത്തിറങ്ങുമ്പോൾ. വീട്ടിൽ വൈഫൈ ഉണ്ട്. അത്യാവശ്യം ഈസി ആയിട്ടുള്ളൊരു ജോബാണ്. അപ്പച്ചനെയാണ് ഞാൻ നോക്കുന്നത്. പുള്ളി നടക്കും, വീടിനുള്ളിലൊക്കെ നടക്കാറുണ്ട്. പുറത്തേക്ക് പോകുമ്പോൾ ചെറിയൊരു വണ്ടിയിലാണ് പോകുന്നത്, അത് ഞാൻ കാണിച്ചു തരാം. ഞങ്ങളൊരു 11:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒരു മാളിലേക്ക് പോകും. കുറേ ടൈമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് 2 o'clock ഒക്കെ ആകുമ്പോഴാണ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് റെസ്റ്റ് ടൈമാണ്. പിന്നെ അതിനുശേഷം ഒരു 6 o'clock ആകുമ്പോൾ വീണ്ടും പുറത്ത് പോകും. ഞങ്ങൾ അപ്പച്ചൻ്റെ ചെറിയ വണ്ടിയിൽ, ഞാൻ നടന്നു പോകും, പുള്ളി ആ വണ്ടി പോകും. അങ്ങനെ പുറത്ത് പോയി പാർക്കുകളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ പോയിരുന്ന കാഴ്ചകളൊക്കെ ഉണ്ട്. പിന്നെ ഒരു 8 o'clock ആകുമ്പോൾ തിരിച്ചു വരും. ഇതാണ് ഡ്യൂട്ടി. പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇറങ്ങാൻ പോവാട്ടോ. രാവിലത്തെ കുറച്ച് അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് സാൽമൺ ഫിഷാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിഷാണ്. നമുക്ക് പുറത്തെടുത്ത് വെച്ചിട്ട് കെനിയോണിലേക്ക് പോവാം. ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഏകദേശം 2 o'clock ഒക്കെ ആവും. അപ്പോഴേക്കും ഇത് സെറ്റായിരിക്കും. എന്നിട്ട് വേണം എനിക്ക് ഫിഷ് കറിയൊക്കെ വെക്കാം. കെനിയോൺ എന്നാണ് നമ്മുടെ മാളെന്ന് പറയുന്നത്. കെനിയോണിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ജാക്കറ്റൊക്കെ എടുത്തോണ്ടാണ് പോകുന്നത്. ഞാൻ ചെറിയൊരു ജാക്കറ്റ് എടുക്കും. പിന്നെ എനിക്ക് ഇവിടുത്തെ മക്കൾ ഒരു കുട കൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇന്ത്യക്കാർ പിന്നെ മഴയത്ത് മാത്രമല്ലല്ലോ, വെയിലത്തും കുട യൂസ് ചെയ്യും. അങ്ങനെ കുടയൊക്കെ ചൂടി ഞാൻ മാളിലേക്ക് പോയി. ഇവിടുത്തെ ആൾക്കാരെല്ലാം എന്നെ നോക്കാൻ കേട്ടോ. അപ്പോഴേ അവർക്ക് മനസ്സിലായി ഇന്ത്യക്കാരിയാണെന്ന്. കുടയൊക്കെ പിടിച്ചിങ്ങനെ പോകുന്നുണ്ട്. എനിക്ക് ഫസ്റ്റ് റിലീവ് ജോബൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് അവിടുത്തെ ഫാമിലി സർപ്രൈസ് ആയിട്ട് പോകുന്നതിൻ്റെ അന്ന് എന്നെ വിളിച്ചുകൊണ്ട് കോഫി ഷോപ്പിലൊക്കെ കൊണ്ടുപോയി ഒരു ഗിഫ്റ്റൊക്കെ തന്ന്. അത് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. പിന്നെ ഈ ഫാമിലി അതേപോലെ തന്നെ അവർക്ക് നമ്മുടെ ജോലിക്ക് തരുന്നവർ എന്താ പറയുക, പ്രോത്സാഹനം എന്നുള്ള രീതിയിൽ അവർ എനിക്ക് ഫസ്റ്റ് ഒരു ഗിഫ്റ്റ് തന്നു. പിന്നെ സെക്കൻഡ് ഒരു ഗിഫ്റ്റ് തന്നു ഈ ഫാമിലി. അങ്ങനെ ഇതൊക്കെ കിട്ടുമ്പോൾ ഉണ്ടല്ലോ നമുക്കൊരു സന്തോഷം അല്ലേ. നമുക്ക് സാലറി ഉണ്ട്, അത് കൂടാതെ അവർ അവരുടേതായിട്ടുള്ള അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് നമ്മളെ ഇഷ്ടപ്പെട്ട് നീ നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട് അപ്പച്ചനെ അല്ലേ അമ്മച്ചിയെ എന്ന് പറഞ്ഞിട്ട് അവർ നമുക്ക് പ്രത്യേകമായിട്ട് ഒരു ഗിഫ്റ്റൊക്കെ തരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ ഈ ഫാമിലി എനിക്ക് 2 ഗിഫ്റ്റ് തന്നു. സ്ഥലമൊക്കെ നോക്കിയേ, പൊളി സ്ഥലം കേട്ടോ. ഇവിടെ ഇങ്ങനെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ മഞ്ഞ പൂക്കൾ ഇങ്ങനെ തറയിൽ കിടക്കും. ഫുള്ളിങ്ങനെ പൊഴിഞ്ഞിങ്ങനെ കിടക്കും. അനുരാഗികളാ തരുശാഖകളിൽ ശ്രുതി പോൽ പൊഴിയും ഞാൻ കഴിഞ്ഞ ജോലി കഴിഞ്ഞ് വന്നപ്പോഴേക്കും എനിക്കങ്ങ് അവിടുത്തെ ആ ഒരു ഓൾഡ് ഏജ് ഹോമൊക്കെ വിട്ടിട്ട് വരാൻ ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. അത് മക്കൾക്ക് നല്ലപോലെ മനസ്സിലായി. എന്നിട്ട് അവർ പറഞ്ഞു ഇത് വല്ലാത്തൊരവസ്ഥയല്ലേ, അവരുമായിട്ട് സെറ്റായി വരുമ്പോൾ നമ്മളങ്ങ് പോകുമല്ലേ നെക്സ്റ്റ് ജോബിലേക്ക്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു അമ്മയും കുഞ്ഞും എങ്ങനെയാണോ ഏകദേശം ആ ഒരു രീതിയിലാണ് ഞങ്ങൾ ഇവരുമായിട്ട് അറ്റാച്ച്മെൻ്റ് ആവുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് പിരിയുമ്പോൾ ഒരു വിഷമം. ഞങ്ങൾ കുഞ്ഞുങ്ങളെ നോക്കുന്നവരാണ് ഇവരെ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഇതായിരിക്കും. നല്ല ഫാമിലി ആയിരുന്നു കേട്ടോ എൻ്റെ ഫസ്റ്റ് റിലീവ് ഡ്യൂട്ടിയിലെ. എൻ്റെ ഈ നെക്സ്റ്റ് ജോബിലേക്ക് ഫസ്റ്റ് ജോബിലെ മകളാണ് എന്നെ കൊണ്ടുവിട്ടത്. എനിക്കങ്ങ് ഒരുപാട് സന്തോഷം തോന്നി. എന്താ കാരണം എന്ന് വെച്ചാൽ അവർ പറഞ്ഞു നീ പെട്ടിയൊക്കെ വലിച്ച് ബസ്സിലൊക്കെ കയറി അല്ലെങ്കിൽ ടാക്സിയിലൊക്കെ നല്ല അത്യാവശ്യം ക്യാഷ് ആവും, ഇത്രയും ദൂരമുണ്ട്, അവിടുന്ന് കുറച്ച് ദൂരമുണ്ട്, എന്നിട്ട് ഞാൻ നിന്നെ കൊണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവിട്ടിട്ട് ഇവിടുത്തെ മകനാണ് എന്നെ കൂട്ടിക്കൊണ്ടുവന്നത്.
അന്നേരം പുള്ളിയോട് പറഞ്ഞു അവളെ നല്ലപോലെ നോക്കിക്കോണേ, അവള് നല്ല കൊച്ചാന്നൊക്കെ പറഞ്ഞു കേട്ടോ. നമ്മൾ അങ്ങോട്ട് കാണിക്കുന്ന അവർ സ്നേഹത്തിലാണ് അവർ നമ്മളെ സ്നേഹിക്കുന്നത് ഇങ്ങോട്ട്. അപ്പോൾ ചില ഡിമെൻഷ്യ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് അറിയില്ല, അവരുടെ ആ ഒരു രോഗത്തിൻ്റെ ഭാഗമായിട്ട് അവർക്ക് മനസ്സിലാവത്തില്ല. അത് അവരുടെ കുറ്റമല്ല, നമ്മുടെയും കുറ്റമല്ല. അപ്പോൾ നമ്മുടെ മെൻ്റലി ഉള്ള ഹെൽത്തിന് മോശമാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെതായിട്ടുള്ള സ്ട്രെസ് നമുക്ക് കൂടും. പക്ഷെ ഇങ്ങനെയുള്ള നമ്മൾ മനസ്സിലാക്കുന്ന എംപ്ലോയേഴ്സിനെയൊക്കെ കിട്ടുവാണെങ്കിൽ അത് ഭയങ്കര ലക്കാണ്. മകരമഞ്ഞു പെയ്തു തരളമാം കറുക നാം പുണർന്നു. പ്രണയമാം പിറാവേ എവിടെ നീ കനവ് പോൽ മറഞ്ഞു. നമ്മളങ്ങനെ മാളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇവിടുത്തെ ട്രെൻഡ് എന്തൊക്കെയാ നോക്കാം കേട്ടോ. എടുക്കുന്നൊന്നുമില്ല, ജസ്റ്റ് നോക്കാം. നക്ഷത്രത്തരികളിതാ തത്തി തത്തി കളിപ്പൊന്നിഴി. പാലപ്പൂവിതളിൽ വെണ്ണില പുഴയിൽ ഞങ്ങൾ വീട്ടിൽ പോകട്ടോ. ഒരു 1:30 ഒക്കെ ആകുമ്പോൾ ഞങ്ങൾ മാളിൽ നിന്ന് പുറത്തിറങ്ങും കേട്ടോ. എന്നിട്ട് പയ്യെ വേറെ റൂട്ടിൽ കൂടെ പോകുന്നത്, തിരിച്ചു പോകുന്നത് കേട്ടോ. ഇങ്ങോട്ട് വന്ന റൂട്ടിൽ കൂടെ അല്ല തിരിച്ചു പോകുന്നത്. അനുരാഗികളാ തരുശാഖകളിൽ ശ്രുതി പോൽ പൊഴിയും. മകരമഞ്ഞു പെയ്തു തരളമാം കറുക നാം പുണർന്നു. പ്രണയമാം പിറാവേ
നീ കനവ് പോൽ മറഞ്ഞു. അത്തിക്കൊമ്പിലൊരു മൺകൂടു തരാം, അത്തം പടാവാനം നിനക്കു തരാം. കാതിൽ തേനൂലും. അങ്ങനെ തിരിച്ചു വന്നപ്പോഴത്തേക്ക് നമ്മുടെ സാൽമൺ ഫിഷൊക്കെ സെറ്റ് ആയിരിക്കും കേട്ടോ. ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ചാണ് രാവിലെ. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്കൊരു പീസ് എടുത്ത് അപ്പച്ചന് പൊരിച്ചു കൊടുക്കാം. തൊലിയോടെയാണ് കിട്ടിയേക്കുന്നത് കേട്ടോ. നമ്മളിങ്ങനെ എടുത്ത് മാറ്റണം. പണിയായുധങ്ങൾ കയ്യിലെടുക്കുക. അതെനിക്ക് കറി വെക്കാൻ കേട്ടോ. അപ്പോൾ നമുക്ക് പാൻ അടുപ്പത്ത് വെക്കാം. ഇവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര സ്പൈസി ആയിട്ടുള്ള ഫുഡൊന്നും കഴിക്കില്ല. അവർക്ക് ചെറിയ രീതിയിൽ, അവർക്ക് എരിവ് വേണ്ട. സത്യത്തിൽ എന്ത് കുക്ക് ചെയ്യുന്നതിലും അതിൽ സോൾട്ടും പെപ്പർ ചെറുതായിട്ട് ഇടാറുണ്ട്. പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി, ഇത് മാത്രം മതി. പക്ഷേ ഈ അപ്പച്ചന് എരിവ് തീരെ പറ്റില്ല. അതിനും കൂടെ ചേർത്ത് പുള്ളി ഉപ്പ് യൂസ് ചെയ്യാറുണ്ട്. കുറച്ച് ഓയിൽ ഒഴിക്കണം. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. ഫസ്റ്റിലെ ഫിഷ് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടിയൊക്കെ അങ്ങോട്ട് തൂക്കും. ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ. അതിന് വേണ്ടി ഇനി സെപ്പറേറ്റ് ഒരു പാത്രം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഉപ്പ് എത്ര ഉപ്പിട്ടാലും ഉള്ളിക്ക് തികയത്തില്ല കേട്ടോ. അത് വീണ്ടും പറയും കുറച്ചും കൂടി ഉപ്പ്. ഇത് വേവുന്നതിന് മുമ്പ് ഇത് കുറച്ചും തിരിച്ചിട്ട് അപ്പുറത്തെ സൈഡിലും കൂടി നമുക്ക് ഇതേപോലെ ചെയ്യാം. പക്ഷെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത്. പക്ഷെ ഇവിടെ നിൽക്കുന്ന ആള് ഫിലിപ്പീനിയാണ് കേട്ടോ. ഒരു ഫിലിപ്പീൻകാരിയാണ് ഇവിടെ റെഗുലർ ജോബ് ചെയ്യുന്നത്. പുള്ളിക്കാരി വെക്കേഷന് പോയിരിക്കുക. അപ്പോൾ ഫാമിലിയൊക്കെ പറഞ്ഞ് ഇപ്പോഴാദ്യമായിട്ടാണ് പുള്ളി ഇങ്ങനെയൊക്കെ കഴിക്കുന്നത്. പുള്ളിക്കാരി വേറെ ഏതോ രീതിയിലൊക്കെ ആണെന്ന് തോന്നുന്നു ഉണ്ടാക്കി കൊടുത്തത്. നമ്മൾ കൂടുതലൊന്നും ഇൻഗ്രീഡിയൻസും ചേർക്കുന്നില്ല. പക്ഷെ ഞാൻ കുക്ക് ചെയ്ത് കൊടുക്കുന്നത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടെന്നാണ് പറയുന്നത്. കഴിക്കുന്നുണ്ട് നന്നായിട്ട്. ഞാൻ വിചാരിച്ച നേരത്തെ ഇങ്ങനെ കഴിക്കുമായിരിക്കുന്നു. പുള്ളി അധികം ഫുഡൊന്നും കഴിക്കുന്ന ആളല്ല കേട്ടോ. വാരി വരച്ച് അങ്ങനെ കഴിക്കത്തൊന്നുമില്ല. ഇതിൻ്റെ തന്നെ പകുതിയൊക്കെ കഴിക്കും. എന്നാലും എനിക്ക് ഇച്ചിരി ഉണ്ടാക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമില്ല. എന്തെങ്കിലും വെക്കുവാണെങ്കിൽ മെനക്കെടാതെ കുറച്ച് കൂടുതൽ തന്നെ ഞാൻ അങ്ങനെ റെഡിയാക്കും കേട്ടോ. അങ്ങനെ ശീലിച്ചു പോയി. കുറച്ച് നേരം അടച്ച് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വരും. ഇത് ചെറിയ ഫ്ലെയിമിലിട്ട് വേവിക്കാം. അങ്ങനെ മീൻകറിക്കുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പച്ചനുള്ള ഫുഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പച്ചന് കൊടുക്കാനുള്ള ഫുഡാണ് ഇത്. എനിക്ക് വേണ്ടിയുള്ള മീൻകറി. അപ്പോൾ കഴിക്കാൻ പോവാ. ഇപ്പോൾ ഇവിടെ ടൈം 3:55 ആയിട്ടുണ്ട്. പക്ഷെ എന്നും മാളിലൊക്കെ പോയിട്ട് വന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു 2:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രീ ആവാറുണ്ട് നമ്മൾ. പക്ഷെ ഇന്ന് കുക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. മീൻകറിയൊക്കെ വെച്ചു. ഇപ്പോഴാണ് കഴിച്ചത്. ഇനി കുറച്ച് സമയം റെസ്റ്റ് എടുക്കണം. പിന്നെ 6 മണിക്ക് നമ്മൾ വീണ്ടും തിണ്ടാൻ തുടങ്ങും. 6 മണി ആകുമ്പോഴത്തേക്ക് നമ്മൾ നടക്കാൻ പോകും ഇവിടെ അടുത്തുള്ള പാർക്കിലൊക്കെ. അത് അപ്പോൾ കാണിക്കാം കേട്ടോ. ഇപ്പോൾ കുറച്ച് സമയം കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിക്കുക. അങ്ങനെ ഉറങ്ങത്തൊന്നും ഇല്ല. ചില ദിവസങ്ങളിൽ മാത്രമേ ഉറങ്ങൂ. അങ്ങനെ ഇന്ന് ഇച്ചിരി ക്ഷീണമുണ്ട് കേട്ടോ. കുറച്ച് സമയം ഉറങ്ങിയിട്ടൊക്കെ വരാം. ഇപ്പോൾ ടൈം ഏകദേശം ഒരു 6 മണി ആയിട്ടുണ്ട്. ഞാൻ അപ്പച്ചനും കൂടെ പുറത്ത് നടക്കാൻ പോവാണേ. ഞങ്ങൾക്ക് കഴിക്കാനും കുടിക്കാനുമുള്ള സാധനങ്ങൾ ഇതൊക്കെ. പിന്നെ ഒരു 7 o'clock ഒക്കെ ആകുമ്പോഴത്തേക്ക് നല്ല തണുപ്പാവും. അപ്പോൾ പുള്ളിക്ക് വേണ്ടിയിട്ട് ജാക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. എനിക്കും അതിൻ്റെ ആവശ്യമൊന്നുമില്ല.
അത്ര തണുപ്പൊന്നും ഇല്ല കേട്ടോ. ഇപ്പൊ ചൂടാ, ഭയങ്കര സമ്മർ ടൈമാണ്. പുള്ളി പറയുന്നത് എന്തോന്നറിയാവോ, ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇവിടെ ഒരു അനക്കവും ഇല്ല, സൗണ്ടുകളൊന്നുമില്ല, എല്ലാവരും വീട്ടിനകത്താ എന്ന് പറയുക. അത് ശരിയാ. ഇപ്പം ഇവിടെ 6 മണിയായിട്ടും ഭയങ്കര വെയിലാട്ടോ, നല്ല വെയിലാണ്. രാവിലെ 11:30 മാളിലേക്ക് പോകുമ്പം അന്യായ ചൂടാ. അതുകൊണ്ടാണ് ഞാൻ കുടയൊക്കെ എടുത്തോണ്ട് പോകുന്നത്. അത്രയ്ക്ക് ചൂടാട്ടോ. രാവിലെ നമ്മൾ മാളിലേക്ക് പോയത് നേരെയാണ് പോയത് കേട്ടോ. ഇപ്പൊ നമ്മൾ പോകുന്നത് ലെഫ്റ്റിലോട്ട് തിരിക്കണം. ഇത് ചെന്ന് അവസാനിക്കുന്നത് വലിയൊരു പാർക്കിലാണ്. നമ്മളിവിടെ സ്ഥലത്തെത്തിയിരിക്കുകയാണ് കേട്ടോ ഗൈസ്. വഴിമരങ്ങളെല്ലാം ഏതോ മഴ നനഞ്ഞു നിന്നു. ഇലകളോ നിലാവിൻ ചുമലിൽ പതിയെ ചാഞ്ഞുറങ്ങി. നൃത്തം വയ്ക്കും നക്ഷത്രത്തരികളിതാ തത്തി തത്തി കളിപ്പു നിന്നിഴിയിൽ. പകരൂ നെഞ്ചിൽ നനവോലും നിൻ മൊഴികൾ. പാലപ്പൂയിതളിൽ വെണ്ണില പുഴയിൽ ലാസ്യമാർന്നണയും സുരഭിരാത്രി. അനുരാഗികളാ തരുശാഖകളിൽ ശ്രുതി പോൽ പൊഴിയും ഇളമഞ്ഞലയിൽ. ഇനി കുറച്ച് സമയം ഇവിടെ ഇങ്ങനെ ഞങ്ങൾ ഇരിക്കും കേട്ടോ. ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. എന്നിട്ട് ഇവിടെ ഇരുന്ന് വണ്ടികളൊക്കെ പോകുന്ന കണ്ട് ഞങ്ങളിങ്ങനെ ഇരിക്കും. എന്നിട്ട് ഒരു 8 മണിയാകുമ്പോഴാണ് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഇരിക്കും കേട്ടോ. ഇനിയിപ്പം ഒരു 1 അവർ ഇവിടെ തന്നെ ഇരിക്കും ഞങ്ങൾ. തൊട്ടടുത്ത് തന്നെ അപ്പച്ചൻ ഇരിപ്പുണ്ട്. ഇതൊക്കെ വർഷങ്ങളായിട്ട് ശീലിച്ചു വന്ന കാര്യങ്ങളാട്ടോ. അത് നമ്മൾ പുതിയ ആൾക്കാർ വരുമ്പോൾ നമുക്ക് പറഞ്ഞു തരും. അത് നമ്മളങ്ങ് ഫോളോ ചെയ്യും. അത്രയേ ഉള്ളൂ. എത്രയോ സമയം പുറത്തിരിക്കാൻ പറ്റുമോ അത്രയേ പുള്ളിക്കാരെ ഹാപ്പിയാണ്. വീട്ടിലിരിക്കുന്ന പുള്ളിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഫുൾ ടൈം പുറത്താണെങ്കിൽ അതോ സന്തോഷം. പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കുന്നതാണ് പുള്ളിക്ക് ഏറ്റവും ഇഷ്ടം. എനിക്കാണെങ്കിൽ പുറത്തിറങ്ങാൻ അത്ര ഇഷ്ടമല്ല. എനിക്ക് എപ്പോഴും വീട്ടിൽ ഇരിക്കുന്നത് ഇഷ്ടം. ഇവിടെ വന്നപ്പോൾ കുഴപ്പമില്ല, എന്ത് സാഹചര്യം വന്നാലും അഡ്ജസ്റ്റ് ആവുന്നതുകൊണ്ട്. ഇത് 2 ദിവസത്തെ ഒരു ബുദ്ധിമുട്ടുള്ളായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഓക്കെ ആയി. ഇപ്പം എനിക്ക് ഇഷ്ടമാട്ടോ ഇങ്ങനെ കറങ്ങിയടിച്ച് നടക്കാൻ. രാവിലെ മാളിൽ പോവുക, ഉച്ച കഴിഞ്ഞിട്ട് ഇങ്ങനെ നടക്കുക. എന്നിട്ട് 8 മണിയായിട്ട് വീട്ടിലെത്തുമ്പോൾ പുള്ളി പുറത്തിരിക്കും ഈ വണ്ടിയും കൊണ്ടൊരു 1 മണിക്കൂറോളം പുറത്തിരിക്കും. പിന്നെ ഞാൻ അകത്ത് പോയിട്ട് എൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും, ഫുഡ് കഴിക്കും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പുള്ളി അകത്തേക്ക് കയറി വരും. ഷബാത്തിൻ്റെ അന്ന് മാൾ ഓപ്പൺ അല്ലാത്തതുകൊണ്ട് അവിടെ പോവില്ല. അതിന് പകരം നമ്മൾ പാർക്കിലൊക്കെ പോകും. രാവിലെയും വൈകിട്ടും പോകും എന്ന് മാത്രം. ഇതാണ് എൻ്റെ ഡ്യൂട്ടി. നമ്മുടെ റിലീവ് പീരീഡിലെ സെക്കൻഡ് ജോബ് ഇങ്ങനെയാണ് പോകുന്നത്. എന്നും ഇത് തന്നെയാണ് കേട്ടോ. പിന്നെ ഈ ജോബ് കാണുമ്പോൾ ഈസി ആയിട്ട് എല്ലാവർക്കും തോന്നും. ഈ ഒരു പേഷ്യൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി എന്താണ് ഓക്കെയാണ്, ഡിമെൻഷ്യ ഒന്നും ഇല്ല, ക്ലിയർ മൈൻഡാണ്. അതുകൊണ്ടാണ് നമുക്ക് കുറച്ചൊരു ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത്. പക്ഷേ എല്ലാ ജോബും ഇങ്ങനെയല്ല. ഡിമെൻഷ്യ പല വിധമുണ്ട്. ഓരോ ഡിമെൻഷ്യ പേഷ്യൻറ്റും പല പല രീതിയിലായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. ചിലർ ഭയങ്കര വയലൻ്റ് ആയിരിക്കും, ചിലർ ഇരിക്കത്തില്ല. ഞാൻ ഈയിടയ്ക്ക് ഇവിടെ ഇരുന്ന സമയത്ത് ഒരു ബാംഗ്ലൂരി പെൺകുട്ടി വന്നായിരുന്നു. പുള്ളിക്കാരിയുടെ എംപ്ലോയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിമെൻഷ്യ. ഒരു 5 മിനിറ്റ് ഇവിടെ ഇരുത്തിയിട്ട് പോയി, ഒന്ന് നോക്കാവോ, ഞാൻ ആ ഷോപ്പിലൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. എനിക്ക് മാനേജ് ചെയ്യാനേ പറ്റുന്നില്ല. പുള്ളിക്കാരി ഇവിടെ ഇരിക്കുന്നില്ല, എത്ര പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കുന്നില്ല. ലാസ്റ്റ് ഞാൻ പുള്ളിക്കാരിയെ വിളിച്ചു വരുത്തി, കെയർ ഗിവറിനെ വിളിച്ചു വരുത്തി. എന്നിട്ട് ഇവരങ്ങ് പോകാൻ നിൽക്കുക. എവിടാന്ന് വെച്ചാൽ നമ്മളെ ഏൽപ്പിച്ചിട്ട് പോയല്ലേ, അന്നേരം എനിക്കങ്ങ് പേടിയായി. ഇപ്പം ഞാൻ ആ ജോബ് ചെയ്യുന്നതെങ്കിൽ ആ ജോബ് ഞാൻ ചെയ്യുവാണെങ്കിൽ എനിക്കത് പറഞ്ഞു തരും. ഇങ്ങനെയൊക്കെയാണ് എംപ്ലോയറിൻ്റെ കണ്ടീഷൻ, ഇതൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലാവും. പക്ഷേ ഒരാളിനെ പെട്ടെന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഇരുത്താൻ നമുക്ക് അറിയത്തില്ലല്ലോ. എന്താണ് ഇവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് നമുക്കറിയില്ല. എന്താണ് രോഗമെന്ന് കറക്റ്റായിട്ട് പിടി കിട്ടത്തില്ല. അന്നേരം 5 മിനിറ്റ് കൊണ്ടുവന്ന് ഇരുത്തിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടൊന്നും പുള്ളിക്കാരി കേൾക്കുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ കെയർ ഗിവറിനെ വിളിച്ചു വരുത്തി. പുള്ളിക്കാരി ഫാമിലിയും കൊണ്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് ഒന്ന് അവിടെ ഇരുന്നത്. എനിക്ക് അങ്ങനത്തെ എംപ്ലോയറിനെയൊക്കെ കിട്ടുന്നവർ വളരെയധികം മാനസിക സംഘർഷത്തിൽ കൂടെ ആയിരിക്കും പോകുന്നത്. നമുക്ക് ഒരു ദിവസം പോലും സഹിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളവരാണ് 1 വർഷം 2 വർഷമൊക്കെ ആ ജോബ് തന്നെ അങ്ങനത്തെ ജോലി ചെയ്ത് നിൽക്കുന്നവരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത്ര ഈസി ജോബല്ല ഇസ്രായേലിലെ ജോബ്. ചിലതൊക്കെ നല്ല ഓരോരുത്തരുടെ ലക്ക് പോലെ ഇരിക്കും, ചില ജോബ് നല്ലതായിരിക്കും. ഈ അപ്പച്ചൻ തന്നെയാണെങ്കിൽ സൈലൻ്റായിട്ട് ഒരു ശല്യമില്ല, സമാധാനമായിട്ടിരിക്കുന്ന ഒരാളാണ്. ഇതിന് മുമ്പുള്ള
എൻ്റെ ഫസ്റ്റ് ജോബ് റിലീവ് ഡ്യൂട്ടിയിൽ. ആ അമ്മച്ചിയും പുള്ളിക്കാരി ഡിമെൻഷ്യ ഉണ്ട്, പക്ഷേ അപ്പോൾ അവരുടെ അനങ്ങാതിരുന്നോളൂ. അങ്ങനെയുള്ള ജോബാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ബെഡ് റിഡൻ പേഷ്യൻ്റ് ആണെങ്കിൽ നമുക്ക് നല്ലപോലെ കായിക അധ്വാനം കാണും. നടുവേദന കുറേ കാലം കഴിയുമ്പോഴത്തേക്ക് നടുവേദന, ഷോൾഡർ പെയിൻ ഇങ്ങനെയൊക്കെ കാണും. ഞാൻ 2 years വർക്ക് ചെയ്തത് ഒരു ബെഡ് റിഡൻ പേഷ്യൻറ്റിനെയാണ്. എനിക്ക് കുറേ ഒരു 6 മാസമൊക്കെ കഴിഞ്ഞപ്പം തൊട്ട് എനിക്ക് ഷോൾഡർ പെയിൻ ആയിരുന്നു. പിന്നെ അങ്ങ് കൂടി വന്നു ഷോൾഡർ പെയിൻ. നമ്മൾ ആ ഒരു കൈവച്ച് അവർ എത്ര മനോഫ് യൂസ് ചെയ്തിട്ടാണ് എങ്കിൽ പോലും നമ്മൾ കുറച്ചൊക്കെ നമ്മുടെ കൈ കൊണ്ടൊക്കെ പിടിച്ച് അവരെ ഇരുത്തേണ്ടതായിട്ടൊക്കെ വരും. അപ്പം നമ്മൾ ഡെയിലി ആ ജോലി തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തേയ്മാനമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ അമ്മച്ചിയാണെങ്കിൽ ഒരു പാവമായിരുന്നു കേട്ടോ. അനങ്ങാതെ എവിടെയെങ്കിലും ഉറങ്ങിക്കോളും. ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ വേറൊരു സൈഡിൽ നമുക്ക് പ്ലസ് പോയിന്റ് കാണും, എന്തെങ്കിലുമൊക്കെ കാണും. ആ പ്ലസ് പോയിന്റിൽ പിടിച്ച് നമ്മൾ മുമ്പോട്ടങ്ങ് പോകും. അങ്ങനെയാണ് ഓരോരുത്തരും. ചിലർക്കാണെങ്കിൽ ഉറങ്ങാനേ കഴിയില്ല, നൈറ്റ് ഉറങ്ങാൻ പറ്റില്ല. ഞാൻ നാട്ടിൽ പോകുന്നതിന് മുമ്പ് ഒരു ജോബിന് കയറിയല്ലോ. അതിന് മുമ്പ് ഒരു 6 month ഞാൻ പല ജോബിൽ കയറി 2 weeks ജോലി ചെയ്ത് നോക്കും. ഉറക്കമില്ല, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് ഇറങ്ങും. പിന്നെ അടുത്തതിന് കയറും. അങ്ങനെ ലാസ്റ്റ് ഞാൻ കണ്ടുപിടിച്ചാണ് ആ ജോലി. നല്ലൊരു ജോബ് ലാസ്റ്റാണ് കിട്ടിയത്. അതുവരെ ഞാൻ കുറേ ജോബ് കയറി കണ്ടതാണ്. നമുക്ക് നൈറ്റ് ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ജോബൊക്കെ ഉണ്ട്. 2 ആഴ്ചയൊക്കെ ഞാൻ സഹിച്ച് നിന്നിട്ടോ. നല്ല സാലറിയൊക്കെ ആയിരുന്നു. ആ സാലറി കണ്ടിട്ട് നമ്മൾ നിൽക്കാൻ നോക്കും. ഒരു 2 weeks ഒക്കെ ആകുമ്പോഴത്തേക്ക് ഉറക്കമില്ലാതെ നമുക്ക് സഹിക്കാൻ പറ്റും. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഓടേണ്ട വരും. പക്ഷെ അങ്ങനെ പോലെ ഇറങ്ങി ഓടാതെ ക്ഷമയോടെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ നമിച്ചേ പറ്റും കേട്ടോ. ഞാൻ മാക്സിമം ശ്രമിച്ചു ആ ജോബിൽ നിൽക്കാൻ. പക്ഷേ എനിക്ക് പിന്നെ എനിക്ക് പറ്റിയില്ല. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമുക്ക് ഏറ്റവും ക്ഷമ വേണ്ടുന്ന ജോബുകളാണ് ഇസ്രായേലിലെ ജോബ്. കാണുന്നത് പോലെ അത്ര ഈസി അല്ല. ഞാൻ തന്നെ എൻ്റെ ഓരോ ഡ്യൂട്ടിയുടെ നല്ല ഭാഗങ്ങളാണ് കൂടുതലും ഇടുന്നത്. അല്ലാതെ മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കിടാൻ ഇഷ്ടമല്ല. മോശമെന്ന് വെച്ചാൽ അങ്ങനെയല്ല, നമുക്ക് വിഷമം തോന്നുന്ന കാര്യങ്ങളൊന്നും ആരും വീഡിയോ എടുത്ത് ഇടത്തില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ വീഡിയോസ് കാണുമ്പോൾ ഇത്ര ഈസി ജോബാണോ എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കരുത്. എല്ലാ ജോബിനും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഈ ജോബിന് തന്നെയും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഇല്ലെന്നല്ല. എന്നാലും മറ്റ് ജോലികളെയൊക്കെ അപേക്ഷിച്ച് സുഖ ജോബാണ്. പിന്നെ ഒറ്റപ്പെടൽ, അത് പിന്നെ എല്ലാ ജോലിക്കും ഉണ്ട് കേട്ടോ. ഇവിടുത്തെ നമ്മൾ യൂറോപ്യൻ കൺട്രിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ കുറേ പേര് കാണുമല്ലോ, ഒരുമിച്ചാണല്ലോ ഓൾഡ് ഏജ് ഹോമിൽ. ഇവിടെ അങ്ങനെയല്ലല്ലോ, ഒറ്റയ്ക്ക് ആയതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവരും ഞാൻ ഈ നിമിഷം ഓർക്കുക കേട്ടോ. വീട്ടിലിരുന്നാൽ നമുക്ക് അസ്തമയം കാണാം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തോന്നും എന്ത് ഈസി ജോബാണ്. പക്ഷേ അതിനേക്കാളൊക്കെ ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഭയങ്കര ഒറ്റപ്പെടലായിരിക്കും കേട്ടോ. ആ ഓൾഡ് ഏജ് ഹോമിലാണ് അങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഇത് ശരിക്കും നമ്മൾ ഒറ്റപ്പെട്ടൊരവസ്ഥയാണ്. ഇവിടെയൊക്കെ ഞാൻ അധികം മലയാളീസിനെ ഒന്നും കണ്ടിട്ടേ ഇല്ല. ഇവിടെ ഞാൻ ഇരുന്നപ്പം ഞാൻ ഈ ജോബിന് കയറി ഒരു 1 week കഴിഞ്ഞപ്പോൾ ഇവിടെ ഇരുന്നപ്പോൾ 2 മലയാളി ചേച്ചിമാർ വന്ന്. എന്നിട്ട് എന്നോട് ചോദിച്ചു മലയാളിയാണെന്നൊക്കെ ചോദിച്ച് അങ്ങനെ പരിചയപ്പെട്ടിട്ടൊക്കെ പോയി. അതിനുശേഷം അവരെ കണ്ടിട്ടില്ല. പിന്നെ ഒരു ചേട്ടനെ കണ്ടുണ്ട്, മലയാളി. എപ്പോഴും കാണാറൊന്നുമില്ല, ഒരു തവണ കണ്ടുള്ളൂ. അങ്ങനെ നമുക്ക് ഇവിടെ സ്ഥിരം ഈ ജോലി ചെയ്യുവാണെങ്കിൽ ഉണ്ടല്ലോ, കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് വട്ട് പിടിക്കും. എന്താ വെച്ചാൽ അത്രയ്ക്ക് നമ്മളങ്ങ് ഒറ്റപ്പെട്ടു പോകും. അതാണ് പ്രശ്നം. നമുക്ക് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ഒറ്റൊരു വഴി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. റീൽസൊക്കെ ഇടണമെങ്കിൽ അങ്ങ് ഇടണം. ആരെന്ത് പറഞ്ഞാൽ കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങൾ ഇടുക, ഫോട്ടോസ് ഇടുക, പാട്ടിടുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണോ അത് ചെയ്യുക. അല്ലാതെ മറ്റുള്ളവരെ പേടിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് നമ്മുടെ കൈവിട്ടു പോകും. വേറെ ആർക്കും ഒരു നഷ്ടവും കാണത്തില്ല. അതുകൊണ്ട് പരമാവധി എൻജോയ് ചെയ്യുക. ഓണപരിപാടികളൊക്കെ ഇവിടെ ഉള്ളപ്പോൾ അതിനൊക്കെ ലീവ് എടുത്ത് പോകണം. പിന്നെ ഫുൾ ശബാത്തൊക്കെ ഉള്ള ഒരു ശബാത്തിനെങ്കിൽ ഇറങ്ങണം. ഒരു 3 years ഒക്കെ ഇറങ്ങാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നല്ല കടമായിട്ടായിരിക്കും എല്ലാവരും വരുന്നത്. അത് കഴിഞ്ഞിട്ട് എല്ലാവരും മാക്സിമം ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തിറങ്ങണം, റിലാക്സ് ആവണം. അത് കഴിഞ്ഞിട്ടുള്ള ക്യാഷ് മതി, അതായിരിക്കും നല്ലത്. മാനസിക ആരോഗ്യം നിലനിർത്താൻ അതായിരിക്കും നല്ലത്. മിക്ക ജോബും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ വില്ലേജ് ഏരിയയിലൊക്കെ ജോലി ചെയ്യുന്നവർ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഭയങ്കര ഒരു വല്ലാത്തൊരവസ്ഥ ഇത്. അത് പറഞ്ഞറിയിക്കാൻ നമുക്ക് പറ്റില്ല. നമുക്ക് തോന്നും ക്യാഷ് കിട്ടുന്നുണ്ടല്ലോ, ഇതൊക്കെ എന്താ എന്ന് പറയും. പക്ഷേ 1 month 2 month ഒക്കെ പറ്റും. പക്ഷെ അതിനുശേഷം ആകുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കീബോർഡ്സിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് വലിയ പ്രശ്നങ്ങൾ. അവിടെ കുറേ പേരൊക്കെ കാണും, മലയാളീസൊക്കെ കുറേ ആൾക്കാർ കാണും. അതേപോലെ ഓൾഡ് ഏജ് ഹോം. ബാക്കി എല്ലായിടത്തും മിക്കപ്പോഴും ഇങ്ങനെ ഒറ്റപ്പെട്ടായിരിക്കും എല്ലാവരും ജോലി ചെയ്യുന്നത്. അപ്പോൾ കുറേ കഴിയുമ്പോഴത്തേക്ക് നമുക്കങ്ങ് സ്ട്രെസ്സൊക്കെ ആയി വല്ലാത്തൊരു അവസ്ഥയിലേക്ക് നമ്മൾ പോവും. അപ്പോൾ അത് നമ്മുടെ നാട്ടിലിരിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് ഇവിടെ ജോലി ചെയ്യുന്നവർക്കൊക്കെ അറിയാം, ഇതിൻ്റെ ആ ഒരു ഇത് അറിയാം. പക്ഷെ എന്നാൽ നമ്മുടെ നാട്ടിലുള്ളവർക്ക്, നമ്മുടെ ഫാമിലിക്ക്, ഇവർക്കൊന്നും എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അവർ പറയും നിങ്ങൾ ഹാപ്പി അല്ലേ, എന്ത് പണിയാണ് ഉള്ളത്, ഇങ്ങനെ പറയുന്നത്. ഇപ്പം നമ്മളെ ഏറ്റവും മനസ്സിലാക്കേണ്ട ആൾക്കാർ പോലും നമ്മുടെ അടുത്ത് പറയുന്നതാണ്, അവിടെ സുഖമല്ലേ, സുഖമായിട്ടിരിക്കുമല്ലേ, നിൻ്റെ കൂടെ സുഖമായിട്ടല്ല ഞങ്ങളൊന്നും ഇവിടെ ഇരിക്കുന്നത് എന്നൊരു വർത്താനമുണ്ട്. അത് കേൾക്കുമ്പോഴാണ് നമുക്ക് ഇതിനേക്കാളും വേദന തോന്നുന്നത്. ഇതൊക്കെ സഹിക്കുന്നതിനേക്കാളും വേദന അപ്പോഴാണ് നമുക്ക് തോന്നുന്നത്. നമ്മൾ മനസ്സിലാക്കാത്ത കുറേ ആൾക്കാർ. ഇവർക്കൊക്കെ നമ്മുടെ ഇങ്ങനെയുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്,
നിങ്ങളൊക്കെ നല്ല ഹാപ്പി ആയിട്ട് എപ്പോൾ വേണേലും പുറത്ത് പോകാനും സിനിമയ്ക്ക് പോകാനും എല്ലാത്തിനും കഴിയുമ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു സത്യം പറഞ്ഞാൽ ഒരു അടിമക്കണ്ണെന്ന് തന്നെ പറയാം. ഇപ്പോൾ ഈ നമ്മുടെ എംപ്ലോയറിനെ വിട്ടിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് അങ്ങോട്ടൊന്ന് മാറാനോ അല്ലെങ്കിൽ ഒരു ഷോപ്പിലേക്ക് ഇങ്ങനെ പോകാനോ ഒന്നും ഒരു സ്വാതന്ത്ര്യമില്ല. നമ്മൾ അവരുടെ അടുത്ത് തന്നെ ഇരിക്കണം. അതിനെല്ലാം ഒരു ടൈമിംഗ് ഉണ്ട്. ഇത്ര സമയം ഇവിടെ ഇരിക്കുക, അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവുക, ഇത്ര സമയം കിടന്ന് ഉറങ്ങുക, ഈ സമയത്ത് എഴുന്നേൽക്കുക, ഫുഡ് കഴിക്കുക, എല്ലാത്തിനും ഒരു ടൈമിങ്ങാണ്. അന്നേരം ഇത് റെഗുലറായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു മാനസിക പിരിമുറുക്കമൊക്കെ ഉണ്ടാവും. അത് എന്താ പറയുക, ഒരു കൂലിപ്പണിക്ക് പോകുന്ന ആളിനേക്കാളും ഭയങ്കര എഫക്റ്റീവും ആയിരിക്കും. ഒരു കൂലിപ്പണിക്ക് പോകുന്ന ആളാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നല്ല ശാരീരിക അധ്വാനം ചെയ്യുന്ന ജോലി ചെയ്യുന്നവർക്ക് പക്ഷേ അവർക്ക് എപ്പോൾ വേണേലും ചുറ്റും നമുക്ക് മലയാളികളെ കാണാം, നമ്മുടെ നാട്. എന്നിട്ട് 5 മണി വരെ ഡ്യൂട്ടി എങ്കിൽ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി സ്വാതന്ത്ര്യമായിട്ട് ഇരിക്കാം. അങ്ങനത്തെ ഒരു അവസ്ഥയല്ല ഇവിടെ. ഇത് നമ്മുടെ കൂടെ നിന്ന് ഏറ്റവും വിഷമമുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇത് നമ്മുടെ കൂടെ നിന്ന് മനസ്സിലാക്കി നമ്മൾ ഇവിടെ വരുന്ന കാലം തൊട്ട് എല്ലാവരും എല്ലാം പറയുന്നത് കേട്ടോ, കുറച്ച് പേരെ ഇതെല്ലാം കണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ഇവിടുത്തെ എല്ലാ ഏറ്റവും കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി ഇവിടുത്തെ യുദ്ധത്തിൻ്റെ ആ ഒരു സമയത്ത് എംപ്ലോയറിനെ സേഫ് ആക്കണം, നമ്മൾ സേഫ് ആവണം. അങ്ങനെ വളരെയധികം നമ്മൾ ആ ഒരു ഓട്ടോ ഇതെല്ലാം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം കാണുന്നുണ്ട്. എന്നിട്ട് ഈ വ്യക്തികളൊക്കെ തന്നെ നമ്മുടെ കയ്യിലുള്ള പണമെല്ലാം പറ്റി നമ്മളെ കൊണ്ടുള്ള എല്ലാ ഗുണങ്ങളും അനുഭവിക്കുന്നത് നമ്മുടെ ഫാമിലി തന്നെ ആയിരിക്കും, അല്ലേ? നമ്മളിവിടെ സാലറി വാങ്ങിക്കുന്നു, നമ്മളത് നാട്ടിൽ അക്കൗണ്ടിലേക്ക് അയക്കുന്നു, അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആരാ? നമ്മുടെ ഫാമിലി മെമ്പേഴ്സാണ്. നമ്മൾ പക്ഷേ ഞാൻ ജോലി ചെയ്യുന്നു എന്ന് പറയാമെന്നല്ലാതെ നമ്മളത് യൂസ് ചെയ്യുന്നില്ല. നമ്മളിവിടെ തന്നെയാണ് ഇരിക്കുന്നത് വർഷങ്ങളോളം. പക്ഷെ ഇതെല്ലാം യൂസ് ചെയ്ത് സുഖമായി ഇരിക്കുന്ന ആൾക്കാർ തന്നെ നമ്മൾ മനസ്സിലാക്കാതെ നീ അവിടെ സുഖിക്കുക എന്ന് പറയുന്ന ചുരുക്കം ചിലരെങ്കിലും കാണും. ഈ കെയർ ഗിവർമാരുടെ ഫാമിലി മെമ്പേഴ്സ്, അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എൻ്റെ ഈ ഡയലോഗ് കേട്ടോ. ഇത്രയും നമ്മൾ മനസ്സിലാക്കാത്ത കുറേ ഫാമിലി മെമ്പേഴ്സ് ഉള്ളവർക്കാണ് ഇവിടെ നിൽക്കാൻ വളരെയധികം ബുദ്ധിമുട്ട്. നമ്മളെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മുടെ ജോബ് എന്താണെന്നറിഞ്ഞ് നമ്മളെ അത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നൊരു ഫാമിലി ഉണ്ടെങ്കിൽ നമുക്കിവിടെ നിൽക്കാൻ കുറച്ചെങ്കിലും ബുദ്ധിമുട്ടില്ല നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒരുപാട് കാലം നമ്മൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട് ഇവർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം നമുക്ക് ജീവിക്കുക, ഇവരൊക്കെ നമ്മളെ തഴഞ്ഞാലും നമുക്ക് ജീവിക്കാനുള്ള കുറച്ചൊക്കെ ആക്കിയിട്ട് ഇവിടുന്ന് വണ്ടി വിടുന്നതായിരിക്കും ബുദ്ധി. ഒരുപാട് കാലം നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സാണ് പോകുന്നത്, നമ്മുടെ സമയമാണ് പോകുന്നത്, നമ്മുടെ നല്ല ടൈമാണ് പോകുന്നത്. എല്ലാം നമുക്ക് മാത്രമായിരിക്കും നഷ്ടം. അല്ലാതെ നമ്മുടെ പണം പറ്റി സുഖിച്ച് നാട്ടിൽ കഴിയുന്നവർക്കൊന്നും ഇതിൻ്റെ വിഷമം മനസ്സിലാവത്തില്ല. നമ്മളിവിടെ നിൽക്കുന്ന ഓരോ വർഷങ്ങളും സത്യം പറഞ്ഞാൽ നമ്മുടെ കുടുംബം നമ്മളില്ലാതെ ജീവിക്കാൻ അവർ ഇങ്ങനെ അഡ്ജസ്റ്റ് ആയിക്കൊണ്ടിരിക്കുക, അവർ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഒരു അധികപ്പറ്റാവാതിരുന്ന നമുക്ക് തന്നെ കൊള്ളാം. അതുകൊണ്ട് അധികം കാലം, ഒരുപാട് കാലം ഇങ്ങനെ പണം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല. മക്കളെ ഇപ്പോൾ ചിലർ വിചാരിക്കും മക്കളെ പഠിപ്പിക്കാം, അത് കഴിഞ്ഞിട്ടായിരിക്കും മക്കളുടെ കല്യാണം, അത് കഴിഞ്ഞ് വിചാരിക്കും ഒരു ഇപ്പോൾ ഉള്ള കാർ വിട്ടിട്ട് ഇച്ചിയും കൂടെ ലക്ഷറി കാർ വാങ്ങിക്കാം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇവർ നമ്മളെ ഇവിടെ തന്നെ ഇട്ട് കറക്കിക്കൊണ്ടിരിക്കും, നമ്മുടെ ഈ ഫാമിലി മെമ്പേഴ്സ്. പിന്നെ ഞാൻ ഇവിടെ വന്ന കാലം തൊട്ടേ ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ്. 14 വർഷം 13 വർഷമൊക്കെ ഇവിടെ നിന്നിട്ടുള്ള ചേച്ചിമാരൊക്കെ പറഞ്ഞിട്ടുള്ള ഉപദേശങ്ങളാണ് കേട്ടോ. എനിക്കും സത്യം തോന്നിയിട്ടുണ്ട്. അവരൊക്കെ പറയും നമ്മളിങ്ങനെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. എല്ലാവരും എനിക്ക് 8 വർഷം മതി 7 വർഷം മതി, പിന്നെ നമ്മളിങ്ങനെ നിൽക്കും. എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് തികയില്ല കാശ്. പിന്നെ അവർ വീണ്ടും ഇത് വാങ്ങിക്കണം, അത് വാങ്ങിക്കണം, അങ്ങനെ വാങ്ങിക്കണം, ഇങ്ങനെ വാങ്ങിക്കണം എന്ന് പറഞ്ഞാൽ അവർ ഓർഡർ ഇട്ടുകൊണ്ടിരിക്കും, നമ്മൾ ക്യാഷ് അയച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന പൈസ മൊത്തവും ഇവർ അങ്ങ് യൂസ് ചെയ്ത് നല്ല ആഡംബര ജീവിതം നയിക്കും. ലാസ്റ്റ് നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമുക്കൊന്നും കാണില്ല. അങ്ങനെ ആവരുത്. മാക്സിമം നമ്മുടെ സാലറിയൊക്കെ കുറച്ചൊക്കെ നമ്മൾ നമ്മുടെ പേർക്ക് സൂക്ഷിക്കുക. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ള ആൾക്കാരൊന്നും ആവണമെന്നില്ല. തിരിച്ചു പോകുമ്പോൾ മാനസിക അടുപ്പം കുറയും. നമ്മൾ ഒരുപാട് ലോങ് ഡിസ്റ്റൻസിലാണ് ജീവിക്കുന്നത്, അതിൻ്റേതായിട്ടുള്ള അകൽച്ച വരും. എത്ര വലിയ സ്നേഹമുള്ള ഫാമിലി ആണെങ്കിലും കുറേ കാലം ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ എന്തായാലും ഒരു അകൽച്ച വരും. അതുകൊണ്ട് എല്ലാവരും ക്യാഷൊക്കെ ബുദ്ധിപൂർവ്വം സേവ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എല്ലാം അങ്ങ് അയച്ചു കൊടുത്ത് ലാസ്റ്റ് ഒരു പണി കിട്ടുന്നതിനേക്കാൾ നല്ലതല്ലേ കുറച്ച് പൈസയൊക്കെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നത്. അതായിരിക്കും നല്ലത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീണ്ടും നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.